ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ ചെമ്മീൻ്റെ തോരൻ ഉണ്ടാക്കി, ഉണക്ക ചെമ്മീൻ തോരൻ ഉണ്ടാക്കിയിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഇവിടെ കഴിക്കാത്ത ആൾ വരെ കഴിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ചെമ്മീൻ കുറേ ഉണ്ട്, ഇത് പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ ചീത്തയായി പോയാലോ, കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഞാൻ ആ ചെമ്മീൻ കൊണ്ട് ഇന്ന് വേറെ കറിയാണ് ഉണ്ടാക്കാൻ പോണേ. ഇവിടെ ഞാൻ ഈ ഒരു സ്പൂൺ, നിങ്ങൾക്ക് ഒരു അളവിന് വേണ്ടിയാണ്, അങ്ങ് പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട. ഈ ഒരു സ്പൂണിന് ഒരു 2.5 സ്പൂൺ ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. അതേ സ്പൂണിൽ ഒരു 2 സ്പൂൺ നിറച്ചും തേങ്ങാപ്പീര് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം, ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ, നെല്ലിക്കയേക്കാൾ ഇച്ചിരി വലിയ വലുപ്പത്തിൽ പിന്നെ പുളി എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി എടുത്ത് വലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇതെങ്ങനെ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ബാക്കി കാണാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഈ തേങ്ങ പീര കണ്ടോ, ഈ പീരെടുത്ത് ഞാൻ ചീനിച്ചട്ടിയിലോട്ട് ഇടുകയാണ്. ഒപ്പം തന്നെ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തു. ഉള്ളി അല്ലെങ്കിൽ പുളി നന്നായിട്ട് മൂപ്പിക്കാം നമുക്ക്. ഇതിപ്പോൾ ചെറുതായിട്ട് കണ്ട മൂത്ത് തുടങ്ങി. നമുക്കിതിലോട്ട് മല്ലിപ്പൊടിയാണ് ഞാൻ, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. നമുക്കതിലോട്ട് മുളക് പൊടി ഇടാം. അതേ സ്പൂണിന് ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇടാണ്. 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ഇനി നന്നായിട്ട് നോക്കണം. ചീനിച്ചട്ടി ഞാൻ ഇത് മാറ്റി അതേ ചീനിച്ചട്ടിയിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഒരല്പം വെളിച്ചെണ്ണ മതി. നമുക്കതിലോട്ട് ഈ എടുത്ത് വെച്ച ചെമ്മീൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. വറക്കണമെന്നില്ല, ചൂടാക്കിയെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി മാറ്റി വയ്ക്കാം. നമുക്ക് മൂപ്പിച്ച് വറക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീണ്ടും ഇതിലോട്ട് എണ്ണ ഒഴിക്കാം. അതേ ചീനിച്ചട്ടിയിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. നമുക്കതിലോട്ട് കടുകിട്ട് കൊടുക്കാം. നല്ല ചീനിച്ചട്ടി തന്നെ ചൂടായിട്ടിരിക്കുകയാണല്ലോ. കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. ഞാൻ സിമ്മിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. കടുക് പൊട്ടി ഞാൻ അതിലോട്ട് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പിന്നെ 1 പച്ചമുളക് കൂടെ ഞാൻ ഉള്ളി, നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉള്ളി അതൊന്ന് നീളത്തിൽ ഒന്ന് മുറിച്ചിട്ടിരിക്കുകയാണ്. ഇനി നന്നായിട്ട് വാടി വരട്ടെ. വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചൂടാക്കി വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുകയാണ്. ഉണക്ക ചെമ്മീൻ. ഇതിന് ഭയങ്കരമായിട്ടുള്ളൊരു മണം, ചീത്ത മണമൊന്നുമില്ല ഈ ചെമ്മീന്. നല്ല ചെമ്മീനാണ്. ഇത് ഞാൻ കഴുകിയിട്ടില്ല. ചെമ്മീൻ കഴുകേണ്ട ആവശ്യമില്ല, അത്രയും ക്ലീനാണ്. മണ്ണോ ഒന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകവും ഒരു 3/4 ടീസ്പൂൺ കുരുമുളകും ഒന്ന് ചതച്ച് അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളിയൊക്കെ ചേർക്കാം കേട്ടോ. നമ്മൾ തക്കാളി അധികം അങ്ങനെ ഉപയോഗിക്കില്ല. തക്കാളി ഉപയോഗിക്കും, അത്യാവശ്യം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇറക്കാം. നന്നായിട്ട് തിളച്ച് ഇറക്കാം. ഉണക്കച്ചമ്മീൻ കൊണ്ടുള്ള തീയലെന്ന് വേണമെങ്കിൽ പറയാം, വറുത്തരച്ച കറി ഇവിടെ വെച്ചിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ കൊള്ളാം. അടിപൊളി ടേസ്റ്റാണ്. ഉണക്കച്ചമ്മീനിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രമിച്ച് നോക്കൂ. ഞാൻ ഇന്നലെ ഒരു തോരൻ ഉണ്ടാക്കിയിരുന്നു, അതും അടിപൊളി തോരനായിരുന്നു. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.